സെയിൽസ് കൂട്ടാൻ സാധനം വേണ്ടേ, ഉള്ള സാധനങ്ങൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ചോദിച്ചാൽ വെണ്ടക്ക കൊടുക്കാൻ പറ്റും. അതാണിപ്പോൾ അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഓണം തന്നെ ഇത്തവണ കണ്ണീരില്ല. ഈ സർക്കാർ പിണറായി വന്നതിന് ശേഷം മര്യാദയ്ക്ക് ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. ഇത്തവണ അത് തന്നെയാണ് അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, ഈ സുജിത് ദാസും അജിത് കുമാറൊക്കെ പിണറായിൻ്റെ വിശ്വസ്തരാണ്. അവർ ഒരുപാട് അധോലോക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നു എന്നാണ് ഭരണകക്ഷി MLA തന്നെ പറയുന്നത്. ആ നിലയ്ക്ക് ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷണം നടത്തണം. ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെയുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ഏതായാലും പൂരം മുടക്കിയ ആ സംഭവത്തിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞാൻ തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. സപ്ലൈകോ ഒക്കെ ഇപ്പോൾ ഏതാണ്ട് അടച്ചു പൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും നാൾ സാധനങ്ങളില്ലാതെ ഇപ്പോഴുള്ള സാധനങ്ങൾക്ക് വില കൂട്ടി. അവിടെ ജോലിയെടുക്കുന്ന ഡെയിലി വേജസിന് കുറേ സ്ത്രീകളുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞിരിക്കുകയാണ് സെയിൽസ് കൂട്ടണം. അവർ പറഞ്ഞ് സെയിൽസ് കൂട്ടാൻ സാധനം വേണ്ടേ, ഉള്ള സാധനങ്ങൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ചോദിച്ചാൽ വെണ്ടക്ക കൊടുക്കാൻ പറ്റും. അതാണിപ്പോൾ അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഓണം തന്നെ ഇത്തവണ കണ്ണീരില്ല. ഈ സർക്കാർ പിണറായി വന്നതിന് ശേഷം മര്യാദയ്ക്ക് ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. ഇത്തവണ അത് തന്നെയാണ് അവസ്ഥ.